കോഴിക്കോട് വെള്ളയിൽ സ്വദേശി ധനേഷും ശ്രീകാന്തും ഉറ്റ സുഹൃത്തുക്കളും ബന്ധുക്കളുമാണ്. അടിപിടിയടക്കം നിരവധി കേസുകളിലെ പ്രതികളും. ഒരിക്കൽ ധനേഷിന്റെ വീട്ടിലെത്തിയ ശ്രീകാന്ത് സുഹൃത്തിന്റെ അമ്മയോട് മോശമായി പെരുമാറി. അതിന്റെ പക മനസ്സിലിട്ട് നടക്കുകയായിരുന്നു ധനേഷ്. കഴിഞ്ഞ ദിവസം ശ്രീകാന്തിനെ കൊലപ്പെടുത്തുന്നതിനായി അയാളുടെ കാർ കത്തിച്ചു. പക്ഷേ ശ്രമം പരാജയപ്പെട്ടു. തുടർന്ന് ഞായറാഴ്ച പുലർച്ചെ കിടന്നുറങ്ങുകയായിരുന്ന സുഹൃത്തിനെ ധനേഷ് ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തി. യാതൊരു തുമ്പും തെളിവും ലഭിക്കാതിരുന്ന കേസിന്റെ ചുരുളഴിച്ചത് CCTV ദൃശ്യങ്ങളാണ്. ആസൂത്രിതമായ കൊലപാതകമെന്നാണ് പോലീസ് കണ്ടെത്തൽ. ഞായറാഴ്ച പുലർച്ചെയാണ് കോഴിക്കോട് ബീച്ചിന് സമീപം പണിക്കർ റോഡിൽ ഓട്ടോ ഡ്രൈവറായ ശ്രീകാന്തിനെ ശരീരമാസകലം വെട്ടേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ചെറുതും വലുതുമായ 18 വെട്ടുകളേറ്റതായി പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായി. കൊലപാതകത്തിന് 2 ദിവസം മുൻപ് ശ്രീകാന്തിന്റെ കാർ ആരോ അഗ്നിക്കിരയാക്കിയിരുന്നു. എലത്തൂർ സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കൊണ്ടുപറമ്പ് സ്വദേശി പ്രഭുരാജിന്റെ കൊലക്കേസിൽ ശ്രീകാന്ത് പ്രതിയായിരുന്നു. ഈ കേസിലെ കുടിപ്പകയാണോ കൊലയ്ക്ക് പിന്നിലെ കാരണമെന്നാണ് പോലീസ് ആദ്യം പരിശോധിച്ചത്. കൃത്യം നടന്നതിന് സമീപത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഹെൽമറ്റ് ധരിച്ച ഒരാൾ പോകുന്നതായി കണ്ടെത്തി. സ്കൂട്ടറിന്റെ മുൻഭാഗത്ത് ബൂട്ട് സ്പേസിൽ രക്തം പുരണ്ട കൊടുവാൾ വെച്ച ഒരാൾ അതിവേഗത്തിൽ പോകുന്നത് കണ്ടെന്ന ദൃക്സാക്ഷികളും പോലീസിന് മൊഴി നൽകിയിരുന്നു. തുടർന്നാണ് ധനീഷിന്റെ അമ്മയോട് ശ്രീകാന്ത് അപമര്യാദയായി പെരുമാറിയെന്ന വിവരം പോലീസിന് ലഭിച്ചത്. CCTV ദൃശ്യങ്ങളിൽ നിന്ന് ലഭിച്ച സൂചനകളുടെ അടിസ്ഥാനത്തിൽ ഇയാളെ പോലീസ് ചോദ്യം ചെയ്തു. ആദ്യം കൊലയെക്കുറിച്ച് അറിയില്ലെന്ന് വ്യക്തമാക്കിയെങ്കിലും വിശദമായ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. പേഴ്സണൽ എനിമിറ്റിയാണ് ഇതുവരെ നമുക്ക് മനസ്സിലായത്. അത് തന്നെയാണ് നമുക്ക് നോക്കുന്നത്. വേറെ എന്തെങ്കിലും എങ്കിലും ഉണ്ടോ നമുക്ക് അന്വേഷിച്ച് മാത്രം പറയാൻ പറ്റും. ആ കാർ കത്തിയത് അതേ പ്രതി തന്നെയാണോ, മർഡർ പ്ലാൻ ചെയ്ത തന്നെയാണോ നമുക്ക് ഇതുവരെ തോന്നുന്നത്. ബാക്കി നമുക്ക് എവിഡൻസ് കിട്ടിയതിന് ശേഷം മാത്രം നമുക്ക് പറയാൻ പറ്റും. അതിൽ ബന്ധപ്പെട്ട കേസ് നമുക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അതിലെ കേസ് ഇവിടെ ഈ സ്റ്റേഷനിൽ തന്നെ ഉണ്ട്. അതിൽ നമുക്ക് 2 ദിവസം മുമ്പാണോ അത് അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നു. അതിൽ സംഭവമായി 2 സംഭവത്തിന് അടുത്തടുത്താണ്. അവിടെ CCTV ഇല്ലായിരുന്നു. അതാണ് നമുക്ക് നേരത്തെ തന്നെ കിട്ടിയായിരുന്നു. കൊലപാതകത്തിന് 2 ദിവസം മുൻപ് പണിക്കർ റോഡിൽ നിർത്തിയിട്ടിരുന്ന ശ്രീകാന്തിന്റെ കാർ കത്തിച്ചതും താൻ തന്നെയെന്ന പ്രതി പോലീസിനോട് സമ്മതിച്ചു. കാർ കത്തിച്ചിട്ടും പക തീരാതെ വന്നതോടെയാണ് കൊലപ്പെടുത്താൻ തീരുമാനിച്ചത്. വൈകിട്ട് മുതൽ പിന്തുടർന്ന ശേഷം പുലർച്ചെയോടെ മദ്യലഹരിയിൽ ഉറക്കത്തിലായിരുന്ന ശ്രീകാന്തിനെ വെട്ടി വീഴ്ത്തുകയായിരുന്നുവെന്ന് പ്രതി മൊഴി നൽകി. നഗരത്തിലെ അടിപിടി കേസുകളിലടക്കം പ്രതിയാണ് ധനീഷ്. ന്യൂസ് 18 കോഴിക്കോട്.